നിങ്ങൾ ഈ മൈക്കിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഒരു ഹമ്മിങ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓ എന്നുള്ള രീതിയിൽ കണ്ടോ? ഇത്തരത്തിലുള്ള സൗണ്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മളെ വീലിൻ്റെ സൈഡിൽ നിന്നൊക്കെ എന്തോ വിഷയമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ റിപ്പയർ ചെയ്യാം? നിങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് എന്നാലും ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം മനസ്സിലാക്കി വെക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. വർക്ക്ഷോപ്പിൽ പറ്റത്തില്ല, കാര്യം വെച്ചാൽ ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, D കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോകാം. ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്കും സ്വാഗതം. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്തോ ഒരു മാരകമായിട്ടുള്ള സൗണ്ട്, വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് വീൽ ബെയറിംഗ് ആണോ ബാക്ക് വീൽ ബെയറിംഗ് ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഈ വീൽ ബെയറിങ്ങിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വീൽ ബെയറിംഗ് ഏതെങ്കിലും രീതിയിൽ ചീത്തയാവുകയോ വല്ലതൊക്കെ ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ, ഇപ്പം വീൽ ബെയറിങ്ങിലാണ് ഫുൾ ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ടയർ കിടന്ന് ഉരുളുന്നത്. എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ വീൽ ബെയറിംഗ് മാറാതെ അതേ കണക്കിട്ട് ഓട്ടിക്കുകയാണെങ്കിൽ വീല് ഊരിപ്പോകാനുള്ള സാധ്യത 90% അല്ലെങ്കിൽ 100% വേണമെങ്കിൽ പറയാം. വീൽ ബെയറിംഗ് മാക്സിമം കേടായിട്ടും ആ രീതിയിട്ട് ഓടിയാണെങ്കിൽ ഇത് ഊരിപ്പോവും. നല്ല രീതിയിൽ നമ്മൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയൊരു അപകടത്തിലോട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഏതെങ്കിലും വിപത്തിലോട്ടായിരിക്കും പോകുന്നത്. ഇപ്പം നമ്മൾ ഈ വണ്ടിയുടെ ഈ ലെഫ്റ്റ് സൈഡ് ആണെന്നുള്ള കാര്യം നമുക്കൊരുവിധം അറിയാം. ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടോ ബാക്കാണോ നോക്കണ്ടേ? നമുക്ക് ഈ വണ്ടി പൊക്കി വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഇട്ടുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി ഉപയോഗിക്കരുത്. വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, വണ്ടിയുടെ ടയർ തേഞ്ഞ് പോകും. അത് കണക്ക് തന്നെ വണ്ടിക്ക് കടപെടാൻ സൗണ്ടോ, അത് വളരെ എക്സ്ട്രീം ലെവലിൽ കേടാകുമ്പോഴാണ് കടപെടാൻ സൗണ്ട് വരും. ആ സൗണ്ട് കഴിഞ്ഞ് വരുന്ന എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ ഇത് ഊരിപ്പോവുക എന്നുള്ളതാണ്. അപ്പം നേരത്തെയും പറഞ്ഞു, ഒരു കാരണവശാലും വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് കൊണ്ട് നിങ്ങളെ വാഹനം ഉപയോഗിക്കരുത്, 1% പോലും ഉപയോഗിക്കരുത്. നമുക്ക് ഈ വണ്ടി എന്ന് വെച്ചാൽ നമ്മളെ മിലൻ്റെ വണ്ടിയാണ്, പെപ്പേ ദ മാൻ്റെ വണ്ടിയാണ്. ഇപ്പം വീട്ടിലിട്ട് നമ്മളെ സ്വന്തം വണ്ടിയായിട്ട് വീട്ടിലിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പൊക്കി ടയർ രണ്ടും ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യമേ ബാക്ക് സൈഡ് തന്നെ ചെക്ക് ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് എടുത്തൂടെ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഇവിടുത്തെ വീൽ ബെയറിംഗ് പോയിട്ടുണ്ട്. ഈ ഒരു ഷോക്കിൽ ശക്തമായിട്ട് കൈവച്ച് പിടിച്ചിട്ട് ഒന്ന് കറക്കുമ്പോഴത്തേക്ക് ആ ഷോക്കും അതായത് ഈ ഒരു വീൽ ബെയറിങ്ങുമായിട്ട് അനുബന്ധപ്പെട്ട അല്ലെങ്കിൽ വീൽ ബെയറിംഗ് ഫിറ്റിങ്ങുമായിട്ട് അനുബന്ധപ്പെട്ട സാധനങ്ങൾ മൊത്തവും ഇതിന് ചെറിയ രീതിയിൽ പെരുക്കാൻ തുടങ്ങും. ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കേടായിട്ടുണ്ട്. ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കണ്ടോ? നമുക്കിനി ഇത് ഇളക്കി വീൽ ബെയറിംഗ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ മുൻഭാഗത്തുള്ള വീൽ ബെയറിംഗ് മാറുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ് പിറകു ഭാഗത്തെ വീൽ ബെയറിംഗ് മാറാനായിട്ട്. തട്ടി ഇളക്കുന്നവരുണ്ട്, അതായത് വീൽ ബെയറിങ്ങിൻ്റെ ഹബ്ബ് ഇളക്കിയിട്ട് വീൽ ബെയറിംഗ് അതിൽ നിന്ന് തട്ടി ഇളക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് പ്രസ് ചെയ്ത് തന്നെ ചെയ്യുന്നത്. വീട്ടിലായതുകൊണ്ട് ഗണ്ണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സാധനമല്ല അവിടെ അല്ലേ. ഇത് വലിയ രീതി കോസ്റ്റൊന്നും റിയർ വീൽ ബെയറിംഗ് മാറുമ്പം വരത്തില്ല. ഇതിപ്പോൾ ABS ഉള്ളൊരു വാഹനമല്ല, ABS ഉള്ള വീൽ ബെയറിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരല്പം വില കൂടുതലായിരിക്കും. അതിലൊരു കാന്തത്തിൻ്റെ ഒരു സംഭവമൊക്കെ വരും, അതാണ് അതിൻ്റെ രീതി. ഇതിപ്പം വലിയ രീതിയിലുള്ളൊരു ഒരു 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 പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല. കൂടിപ്പോയാൽ വീൽ ബെയറിംഗ് മാറുക എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ചെറുതായിട്ടൊന്ന് മെനക്കെടുമ്പോൾ ഉള്ള ഒരു ഇതരാണ്. പിന്നെ തിരക്കുള്ളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പം വണ്ടി അവിടെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരും.
നമുക്ക് ഈ കപ്പൊന്ന് തട്ടി ഇളകാൻ ചെറുതായിട്ട്. യെസ്, അത്രയേ ഉള്ളൂ. ഈ വർക്ക്ഷോപ്പും അവശ്യ ഘടകത്തിൽ പെടുത്തിയിരുന്നെങ്കിൽ എന്ത് ഉപകാരമാണ്. ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകാൻ നിൽക്കുന്നവർക്കൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ് വരുന്നത്. വണ്ടിയൊക്കെ കേടായി കിടക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു ബോൾട്ടുണ്ട്, ആ ബോൾട്ട് ഒന്ന് ഇളക്കാം. ഹാൻഡ് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ആക്സിലിൻ്റെ ബോൾട്ട് ഇളക്കാം. ഇതിൻ്റെ ബോൾട്ട് സൈസ് വരുന്നത് വെച്ചാൽ 30 ആ ഓക്കെ. പൈപ്പ് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ, നല്ല കിണ്ണം ടൈറ്റ് ആയിരിക്കും. ഇതിലൊരു ചെറിയ ലോക്കൊക്കെ ഉണ്ട്. ലോക്കൊക്കെ നേരത്തെ പൊട്ടിച്ച് വെച്ചേക്കുക. നേരത്തെ ഇത് മുമ്പ് എപ്പോഴോ വീൽ ബെയറിംഗ് മാറിയിട്ടുണ്ട് ഈ സൈഡിൽ തോന്നുന്നു. നമുക്കിനി ലൂസാക്കാം. ഇത്തിരി നല്ലോണം മെനക്കെടേണ്ടി വരും ലൂസാക്കാനായിട്ട്. എന്തോ വെളിയിറങ്ങരുത്. വീട്ടിലിട്ട് കൂടുതലും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം വെച്ചാൽ പിള്ളേരാണ്. മക്കൾ കാണിക്കുന്ന കുരുത്തക്കേട് നമുക്കിപ്പം കുറ്റവും ഒന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരാകുമ്പോൾ കുരുത്തക്കേട് കാണിക്കത്തില്ലേ. ഇതിൻ്റെ വീൽ ബോൾട്ട് താണ്ടേ, ഇതാണ് സംഭവം. നമ്മളിതിൻ്റെ അകത്തോട്ട് വെച്ചു, ഇങ്ങോട്ട് ഒതുക്കി വെച്ചു. നമുക്കിത് ചെറുതായിട്ടൊന്ന് തട്ടി കളക്കാം. പ്രസ്സിങ് ടൈപ്പ് വീൽ ബെയറിംഗ് ആയിരിക്കും ഇതിന് വരുന്നത്. നമുക്കപ്പം വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെന്ന് പ്രസ് ചെയ്യണം. തട്ടിക്കയറ്റുന്നൊരു പരിപാടി നമ്മളെ നിഘണ്ടുവിൽ ഇല്ല. നമ്മൾ ഈ വണ്ടിയുടെ വീൽ ബെയറിംഗ് മാറിയ മോക്ക് ചെയ്യണോ പണി? വാ, നീ ഇളക്ക്, വാ വന്ന് ഇളക്കി വന്നാൽ പിടിച്ചോ. ഇവിടെ ഇങ്ങനെ തട്ടി ഇളക്ക്. ഓ പയ്യ പയ്യ. ആ ഇളക്കണ്ടേ? ഇപ്പുറത്ത് വാ. ഇവിടെ ഇരുന്നു പാപ്പി കാണിച്ചതേ. ഇവിടെ ഇരുന്നു. ആ ഇങ്ങോട്ട് പോയിക്കോ. നമ്മൾ എന്നിട്ട് ഇയാൾക്ക് പഠിക്കണോ? ഹബിൽ സ്റ്റെപ്പ് കൊണ്ടുവന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഹബിൽ സ്റ്റെപ്പ് കൊണ്ടുവന്ന് തോന്നുന്നുണ്ട്. എന്താ ഹബിൽ സ്റ്റെപ്പ് കൊണ്ടുവന്ന് തോന്നുന്നത്? ഇത്തിരി പാടായിരിക്കും ഇളക്കി എടുക്കാനായിട്ടേ. നമുക്ക് ചിലപ്പോൾ സ്ലോട്ടിങ് ഹാമർ യൂസ് ചെയ്യേണ്ടി വരും ഒരു പക്ഷേ. ഇത് തട്ടുന്ന എന്തിനറിയോ? ഇത് നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ കയറി ഇരുന്നിട്ട് ജാമാവും. അതുകൊണ്ട് നമുക്ക് ചിലപ്പം തട്ടി ഇളക്കേണ്ട സാഹചര്യം വരും. അപ്പം കുറച്ച് നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മളിത് ലൂസാക്കി എടുത്തു. ഇനി നമ്മൾ ഇളക്കിയെടുത്തു കേട്ടോ. ഈ വീൽ ബെയറിങ്ങിൻ്റെ ഗ്രീസൊക്കെ ഇതിൽ പറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിൽ, നല്ല രീതി. ഓക്കെ, സൂക്ഷിച്ചോളാം. നമുക്കിനി ഇത് കൊണ്ടുപോയി വീൽ ബെയറിങ്ങിൽ നിന്ന് ഇതിൻ്റെ ചൂച്ചിച്ചോളാം. ഇതിൻ്റെ വീൽ ബെയറിംഗ് ഇല്ലയോ, ഈ വീൽ ബെയറിങ് ഇനിയിപ്പം പോയി പ്രസ് ചെയ്ത് ഇളക്കണം. ഈ ലോക്കൊക്കെ ഇളക്കുമ്പോൾ ഇളക്കണം. നമുക്ക് പോയി ഒന്ന് ഇളക്കാം. മക്കളെ, ഇതിലൊന്നിലും തൊടരുത്, ടൂൾസിൽ തൊടരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും ചീത്തയാക്കരുത് കേട്ടോ. പോയിട്ടേ ചീത്തയാക്കുവോ? ഇതിലൊന്നും തൊടരുത്. ഇതിലൊക്കെ തൊട്ടാൽ ചീച്ചിയാ, ദേഹത്തൂടെ വീണാൽ നോവും. ഒരു സാധനം എടുക്കാൻ പോയാ പാപ്പിച്ച് പോയിട്ട് ഓടി വരേ. നല്ല പണിക്കാരനും നല്ല ക്യാമറമാനും. എന്തിനാ നമ്മൾ വന്നേ? ഇവിടെ വന്ന് വർക്ക്ഷോപ്പൊക്കെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി പ്രസ്സിംഗ് മെഷീൻ എടുത്ത് തന്നു. അപ്പഴേ ആലോചിക്കുന്ന ഹബ്ബ് എടുത്തില്ല. രണ്ടാമത് പോയി എടുത്തോണ്ട് വന്നേ. ഇതിപ്പം വീൽ ബെയറിംഗ് ഇതിൻ്റെ ഇന്നർ സ്ലീവാണ്. ഇത് ഔട്ടർ സ്ലീവ് വെളിയിലാണ്. അപ്പം വീൽ ബെയറിംഗ് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഈ വീൽ ബെയറിംഗ് ഇട്ടിട്ട് നമ്മൾ ആ ബെയറിംഗ് ഇളക്കുമ്പം അതിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാവും. ഇതിനകത്തൊരു ലോക്കുണ്ട്. ഇത് ഊരിപ്പോയിരിക്കാൻ വേണ്ടി ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഡാമേജ് ആയാലൊക്കെ ഇത് ഊരിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ലോക്കൊക്കെ കൃത്യമായിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ലോക്ക് ഊരിയെടുക്കാം. ഇതിപ്പം സിമ്പിളായിട്ട് ഊരി വന്നു. പലപ്പോഴും ഇത്തിരി പാടായിരിക്കും. ഇതാണ് ലോക്ക്. നല്ല ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചാണ് ഈ ലോക്ക് ഉണ്ടാക്കിയേക്കുന്നത്.
നമുക്കിനി ഈ സാധനം ഒന്ന് പ്രസ് ചെയ്തിളക്കാം. ചിലവർ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് തട്ടി ഇളക്കും. ഇളക്കുമ്പോൾ കുഴപ്പമില്ല, തട്ടി ഇളക്കുമ്പോഴത്തേക്ക് ഡാമേജ് ആയ സാധനം ആയതുകൊണ്ട് നമുക്ക് ചുറ്റിലും എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഒരു എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വെച്ച് നമുക്ക് തട്ടി ഇളക്കാം. പക്ഷേ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ മീൻസ് ഇത് ഇടുമ്പോഴത്തേക്ക് വീൽ ബെയറിങ് ചീത്തയായി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തട്ടി കയറ്റുമ്പോഴത്തേക്ക് നമുക്ക് വീൽ ബെയറിങ് സെറ്റ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് വർക്ക്ഷോപ്പിലാണെങ്കിലും ഒരു പ്രസ്സിങ് മെഷീൻ ഉള്ളത് ഏറ്റവും നല്ലതായിരിക്കും. കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ പ്രസ്സിങ് മെഷീൻ, ഇതിപ്പോൾ ഒരു ബോക്സ് എടുത്ത് തൽക്കാലം പ്രസ് ചെയ്യണേ. പ്രസ്സിങ് മെഷീൻ ഇല്ലാത്ത വർക്ക്ഷോപ്പുകളിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളും പ്രസ്സിങ് മെഷീൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. സംഭവം ലെയ്ത്തിൽ ഓടണം, അവരെ സമയത്തിനെ പണിയാൻ പറ്റൂ. ഇപ്പോൾ ഈ ഒരു വീൽ ബെയറിങ് മാറാൻ വേണ്ടി നമ്മൾ തട്ടി ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 30% കൂടുതൽ ലൈഫ് ഉറപ്പായിട്ടും കുറയും. ഇത് പയ്യെ താഴ്ന്നുണ്ട്. നമ്മളിപ്പം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗേജിൽ കൂടുതലായിട്ട് ഇങ്ങനെ പൗണ്ട് കൂടുതൽ കയറിയാണെങ്കിൽ പ്രസ് കൂടുതൽ ചെയ്യരുത്. കാര്യം വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതായത് അത് ശരിക്കും ഇളവുന്നില്ല. അപ്പോൾ ഈ ഗേജിൽ നോക്കിയിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട്. സാധാരണ ഈ വീൽ ബെയറിങ് ഇളക്കാനാണെങ്കിൽ ജസ്റ്റ് പ്രസ് ആകുമ്പോൾ തന്നെ ഇളകി വന്ന് തുടങ്ങും. നമ്മൾ ആ വീൽ ബെയറിങ് നമ്മൾ പ്രസ് ചെയ്ത് വെളിയിലെടുത്തു. ഇതാണ് നമ്മളെ വണ്ടിയുടെ വീൽ ബെയറിങ്. കണ്ട, ഇത് പോയിരിക്കുക. ഇതിപ്പോൾ 2 പീസായിട്ടാണ് വരുന്നത്. ഇതിപ്പം ഒറ്റ മോൾഡിങ് ആണെങ്കിലും ഈ ഒരു ഭാഗത്തൊരു ബെയറിങ്ങിൻ്റെ കൺസെപ്റ്റ്, ഈ ഒരു ഭാഗത്തൊരു ബെയറിങ്ങിൻ്റെ കൺസെപ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ബെയറിംഗ് സെറ്റപ്പും ഇവിടെ ഒരു ബെയറിംഗ് സെറ്റപ്പും ആ രീതിയിലാണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് വീൽ ബെയറിംഗ് വരുന്നത്. ഇതിപ്പം പ്രസ്സിംഗ് ടൈപ്പ് വീൽ ബെയറിംഗ് ആണ്. ഇതിന് പൊതുവേ ലൈഫ് കുറവായിരിക്കും. ഹെവി ഡ്യൂട്ടി വരുമ്പോഴത്തേക്ക് കോൺ ബെയറിംഗ് ആയിരിക്കും വരുന്നത്. കോൺ ബെയറിങ്ങിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നർ സ്ലീവാണിത്, ഔട്ടർ സ്ലീവ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഇത് കണക്ക് ബോളുകളുണ്ട് കേട്ടോ. ഈ ബോളുകൾ ചീത്തയാകുമ്പോഴോ അല്ലെങ്കിൽ ഇന്നറിൻ്റെയോ ഔട്ടറിൻ്റെയോ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ കംപ്ലയിൻറ്റ് വരികയോ ചെയ്യുമ്പോഴാണ് ഈ ഹമ്മിങ് സൗണ്ട് വരുന്നത്. ഇതിപ്പോൾ തേയ്മാനം വരുന്നതിനനുസരിച്ചാണ് വരുന്നത്. ഇതിൽ ഗ്രീസ് അടിക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. ഒറ്റത്തവണ ഫിക്സിംഗ് ആണ്. ഫിക്സഡ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മാനുവലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ബെയറിങ്ങിൻ്റെ ഈ ഭാഗത്ത്, അതായത് ഈ ബെയറിങ്ങിൻ്റെ ഏതെങ്കിലും ഇപ്പം ഇന്നർ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ വാക്കല്ലാതെ അടിപൊളിയാണെങ്കിൽ ഈ ബെയറിങ്ങിൻ്റെ ബോളുകൾ വെച്ചേക്കുന്നുണ്ടല്ലോ, ഈ ബോളുകളുടെയൊക്കെ ഭാഗത്തൊക്കെ ക്ഷതം വരാനും കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പുതിയ വീൽ ബെയറിംഗ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീൽ ബെയറിംഗ് ഊരിപ്പോകുന്ന രീതി എന്ന് വെച്ചാൽ ഇത് കണക്ക് ബോളുകളൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ബോളുകളൊക്കെ ചാടാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറഞ്ഞ് വെളിയിൽ വരുമ്പോഴത്തേക്ക് പിന്നീട് ഇതിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഹബിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഹബ്ബും എല്ലാം കൂടി ചാടിപ്പോവാനും ആ ഹബ്ബിലാണ് ടയർ ഫിറ്റ് ചെയ്തേക്കുന്നത്. ടയറും മൊത്തത്തിൽ സെറ്റോടെ പറഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. ഇപ്പം ഒരു 60-70 km/h പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ഇത് കണക്ക് വീൽ ബെയറിങ്ങിൻ്റെ ഡാമേജോ മറ്റോ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ടയർ ഉരുപ്പോയാനുള്ള സാധ്യത നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. നമ്മളിപ്പം പുതിയ ബെയറിംഗ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പുതിയ ബെയറിംഗ് വാങ്ങിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഔട്ടർ സ്ലീവിൽ മാത്രമേ ബെയറിംഗ് നിൽക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊരു ബെയറിംഗ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ബെയറിങ്ങിൻ്റെ സ്ലീവ് എടുത്തിട്ടുണ്ട്. ഇതെടുത്ത് വെച്ച് നമ്മൾ പ്രസ് ചെയ്യാൻ പോയാൽ സംഭവം സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചു വെക്കുന്നു. ഇതിലോട്ട് നൈസിനിങ്ങനെ ഇറക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ വേറൊരു സ്ലീവ് എടുത്ത് വെച്ചു. കാര്യം ഈ ഇന്നർ സ്ലീവ് വെക്കുകയാണെങ്കിൽ അകത്തുള്ള സംഭവം മൊത്തം ചീത്തയാവും. അടിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളൊരു ചുറ്റലിന് അടിക്കുകയാണെങ്കിൽ ഇപ്പം ഇത് ഉദാഹരണത്തിന് ചുറ്റലിൻ്റെ തലഭാഗം വിചാരിച്ചോ, അടിക്കുമ്പോഴത്തേക്ക് ഇത് ചീത്തയായി പോകും. അത് കണക്ക് ഈ ഒരു ഭാഗത്തൊക്കെ അടി ഉണ്ടാകും, ഉറപ്പായിട്ട് ഇത് നശിച്ചു പോകും. നമുക്കിനി ഒന്ന് പ്രസ് ചെയ്യാം നൈസിന്. ഏത് വർക്ക്ഷോപ്പിലാണെങ്കിലും ഒരു പ്രസ്സിംഗ് മെഷീൻ വാങ്ങിച്ചു വെക്കുന്നത് വളരെ 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 ഉപയോഗകരമായൊരു കാര്യമായിരിക്കും. ഇനിയും കയറാണ്ട് നമ്മളെ ബെയറിങ് ഈ പ്രസ് ചെയ്യാൻ വേണ്ടി വെച്ച സ്ലീവ് ഉണ്ടല്ലോ, അതൊരു പൊടിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ടൈറ്റായി. അപ്പം ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പഴയ ഇളക്കിയെടുക്കാൻ എടുത്ത ബെയറിങ് എടുത്ത് മാറ്റുന്നു. ഇനി ഇതാ
സംഭവം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കണ്ടോ. നമ്മളിട്ടു കറക്റ്റ് ചെയ്തു. ഇപ്പം ഇതിന് പ്രത്യേകിച്ചൊന്നും ഡാമേജ് ഇല്ല, നമ്മൾ പ്രത്യേകിച്ച് സ്ട്രെയിൻ ചെയ്യാതെ ഇതെല്ലാം പ്രസ് ചെയ്താകത്തിട്ട്. ഇനി ലോക്ക് ഇടണം. ലോക്ക് ഇടാൻ മറക്കരുത്. ലോക്കിടാൻ മറന്നാൽ അള്ളാണുള്ളത് വണ്ടി വഴി കിടക്കും. നമ്മളിതാ ഇതങ്ങോട്ട് ഇടിക്കുക, ഇതങ്ങോട്ട് എടുത്ത് വെക്കുന്നു. സിമ്പിളാണ്, വീണു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടൊരു പണി എന്നുള്ള രീതിയിൽ കാഴ്ചപ്പാടിൽ പലരും കാണും. സംഭവം സിമ്പിളാണ്, വളരെ കെയറായിട്ട് ചെയ്യേണ്ട സംഭവമാണ്. ഇപ്പോൾ പണിയുടെ എത്ര സമയം കൊണ്ട് തീർക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ തീർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ. നമുക്കിനി വണ്ടി കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വണ്ടി ഇറക്കാം. ഓക്കെ, ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വിലയുണ്ട്. അപ്പോൾ നമ്മൾ അബ്ബ് കൊണ്ടുവന്നു. നമ്മൾ ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഇടുക. കയറ്റിയിടുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. കയറ്റിയിട്ടു. ഇനി ഈ ബോൾട്ട്, ഈ നെറ്റ് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് മുറുക്കുക. നെട്ട് മുറുക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത്. നമ്മളൊരു പൈപ്പ് ഉണ്ടല്ലോ, കിട്ടി. ഹാപ്പി ബർത്ത്ഡേ. ഇത്രയും കൂടെ നോക്കണം. ഇതിപ്പം കണ്ണിൽ ഉപയോഗിച്ച് കൈക്ക് പിടിക്കുമ്പോഴത്തേക്ക് എന്തോ പോലെ. ഓക്കെ, ഇതിനകത്ത് ചെറിയൊരു ലോക്കുണ്ട്. നമുക്ക് ആ ലോക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊള്ളിക്കാം. ഓക്കെ, മതി. ഇനി കപ്പ് തട്ടിയിടുന്നു, വീലിടുന്നു, പരിപാടി തീർന്നു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്ക് വീൽ ബെയറിങ്, അപ്പം എല്ലാ വണ്ടിയുടെയും കാര്യം പറയുന്നില്ല, ഈ വണ്ടികൾക്കൊക്കെ വളരെയധികം സിമ്പിളാണ്, കുറച്ചും കൂടെ എളുപ്പമാണ്. അത് ഈ പ്രസ്സിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് ഇളക്കി ലൈത്തി കൊടുത്ത് പ്രസ് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ട് സമയമെടുക്കും. ഓക്കെ, നമുക്കിനി ടയറിടാം. ടയറിൽ നിന്ന് എണീരടേ, ഒന്നെണീരടേ ടയറിൽ നിന്ന്. മാപ്പി ഒന്ന് എടുത്തിട്ട് എണീ. ടയറിടാം. മിലോയ്, ടയറൊക്കെ മുട്ടയായി തുടങ്ങി. ടയറൊക്കെ ഉടനെ മാറണം. അയ്യോ, നമുക്ക് ടൈറ്റ് ചെയ്യാം. ഒരു വീൽ ബോൾട്ട് ജസ്റ്റ് അടുപ്പിച്ചു, അടുത്ത വീൽ ബോൾട്ട് ജസ്റ്റ് അടുപ്പിച്ചു. ചെറുതായിട്ടൊന്ന് കൈക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത വീൽ ബോൾട്ടും നമുക്ക് അടുപ്പിക്കാം. ഇപ്പം ഒരു പണി തീർത്ത് അത് ഇറക്കുന്നതിന് മുമ്പ് ഞാൻ വർഷാപ്പിക്കുന്ന പിള്ളേരത്തൊക്കെ പറയും, ആ പണി കറക്റ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഇട്ട സാധനം ചിലപ്പോൾ മാനുഫാക്ചറിങ് മിസ്റ്റേക്കോ നമ്മൾ ഇട്ടതിൻ്റെ കുഴപ്പം കൊണ്ട് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഷേക്കൊക്കെ നോക്കിയിട്ട് ഇറക്കാവുള്ളത്. നമുക്കിപ്പോൾ വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ട് ഉണ്ടോയെന്ന് നോക്കാം. ഇല്ല, അകത്ത് ബ്രേക്ക് ഷൂവും റോട്ടറും തമ്മിൽ ചെറുതായിട്ട് ഒരേന്നൊരു സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അല്ല, ബെയറിങ്ങിൻ്റെ സൗണ്ട് ഒട്ടുമില്ല. ഒരുപാട് ഫ്രീ ആയി വീൽ, അത് കറക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഷേക്കൊന്നുമില്ല. നമുക്കിവനെ ഇറക്കിയിട്ട് വീലിനിട്ടൊക്കെ മുറുക്കാം. നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റാത്തൊരു വർക്കായതുകൊണ്ടാണ് പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് കാണിച്ചു തന്നത്. വീൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ജീവനോ മറ്റൊരാളുടെ ജീവനോ ഒക്കെ വിലയുള്ളൊരു സാധനമായിട്ട് തന്നെ കണക്കാക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു 1200 1150 രൂപയുടെ സാധനമായിരിക്കും, പക്ഷേ അത് കംപ്ലൈൻ്റ് ആയാലും വരുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.